എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഒരു 34 ഇഞ്ച് പ്രിൻസസ് ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് നേരത്തെ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് നമുക്ക് ഇതിൻ്റെ ബാക്ക് തയ്ച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഈ ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടെ ഒന്ന് ചേർത്തടിക്കാം. അപ്പോൾ ഇതേപോലെ ചേർത്തടിച്ചിട്ടുണ്ട്. ഇനി ഈ എക്സ്ട്രാ ഉള്ള മെയിൻ ക്ലോത്ത് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇതൊപ്പം കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ടെക്ക് തയ്ച്ചെടുക്കാം. അപ്പോൾ ആദ്യം ഇത് അടിയിലേക്കൊന്ന് മാർക്ക് ചെയ്യുക. ഇനി അരഞ്ച് ടെക്ക് തയ്ച്ചെടുക്കാം. അപ്പോൾ ഇതേപോലെ ഒരു 2.5 ഇഞ്ച് വീതിയിലൊരു പീസ് എടുക്കുക. എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഒരു 1/2 ഇഞ്ച് വീതിയിൽ തയ്ച്ചെടുക്കാം. ഈ ടെക്കിൻ്റെ ഇവിടെ വരുമ്പോൾ ചെറിയൊരു പ്ലേറ്റ് ഇടുക. അതിനുശേഷം ഇങ്ങനെ വെച്ചിട്ട് ഒരു ലോങ് തയ്യൽ ഇടുക. പിന്നീട് ഹെമ്മിങ് ചെയ്താൽ മതി. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി ഫ്രണ്ടും അതേപോലെ ഇതൊപ്പം വെച്ചിട്ട് അടിച്ചെടുക്കാം. ഇനി എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്യുക. ഇതേപോലെ തയ്ച്ചെടുക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒട്ടും ലൂസ് ഇല്ലാതെ കിട്ടും. അതിനുശേഷം ഈ പീസും ഇതേപോലെ ചേർത്തടിക്കുക. എന്നിട്ട് എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്ത് മാറ്റുക. ഇനി നമുക്ക് ഈ പീസ് ഇതേപോലെ ഇവിടെ രണ്ട് സൈഡും ജോയിൻറ്റ് ചെയ്തെടുക്കാം. ഇനി അതേപോലെ ഈ സൈഡും തയ്ക്കാം. ഇനി ഇവിടെ ഒന്ന് ഓവർലോക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ ഓവർലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഷോൾഡർ ജോയിൻറ്റ് ചെയ്യാം. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യണം. സ്ലീവ് തയ്ച്ചെടുക്കാം. ഇവിടെ ഒരു 1/2 ഇഞ്ച് തയ്യത്തുമ്പ് മതി. ഇനി ഇതിനൊരു മേൽ തയ്യലിടുക. ഇനി ഇങ്ങനെ മടക്കിയിട്ട് ഈ ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടെ ചേർത്തടിക്കാം. ഇതിലും അതേപോലെ എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇതേപോലെ ഒന്ന് ഒപ്പം കട്ട് ചെയ്തതിന് ശേഷം നമുക്കിത് അറ്റാച്ച് ചെയ്യാം. ഈ കഴുത്തൊന്ന് നമുക്ക് ഒപ്പം വെച്ച് നോക്കാം. ഒരല്പം കട്ട് ചെയ്യാണ്ട് അത് കട്ട് ചെയ്യാം. ഇനി നമുക്കിത് അറ്റാച്ച് ചെയ്യാം. ഇനി ഇതേപോലെ അടുത്ത സ്ലീവും തയ്ക്കാം. അപ്പോൾ ഇതേപോലെ 2 സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ട് ഓവർലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡ് ചേർത്തടിക്കാം. ഇവിടെ നമുക്ക് ഫ്രണ്ടും
ബോട്ടം അടിച്ചെടുക്കണം. ഫ്രണ്ടിൽ നമുക്ക് ഇതേപോലെ തന്നെ ഒരു തുണി വെച്ചിട്ട് ഇത് അടിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ സൈഡ് ചേർത്തടിക്കാം. ഇതിൽ നമ്മൾ ഫ്രണ്ടും ബാക്കും ഓപ്പൺ ഇല്ല, സൈഡിൽ സിബ് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ സൈഡ് സിബ് നമ്മൾ ഇടതുവശത്താണ്, ഈ വശത്താണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ വശം നമുക്ക് ചേർത്ത് നമുക്കൊരു 1.5 ഇഞ്ച് തയ്യത്തുമ്പ് ഇട്ടിട്ട് അടിച്ചെടുക്കാം. സ്ലീവ് റൗണ്ട് 10 ഇഞ്ചാണ്. അത് നമുക്ക് മാർക്ക് ചെയ്തിട്ട് അതിലേക്ക് തച്ചാൽ മതി. സൈഡിൽ ഒരു 2 തൈലും കൂടി ഇടാം. 14.5 ഇഞ്ചാണ് വേണ്ടത്, അതായത് 29 ഇഞ്ചാണ് വേസ്റ്റ് വരുന്നത്. അപ്പോൾ ആ 14.5 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്യുക ഇവിടെ നിന്ന്. ഈ 14.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഒരു അടയാളം ഇടുക. അതുപോലെ ഈ സൈഡിലും ഇടുക. ആദ്യം ഇവിടെ 5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് നമുക്കൊരു 1 ഇഞ്ച് താഴെ വരേക്ക് ഇത് തൈലടിച്ച് നിർത്തുക. അതിനുശേഷം നമുക്കിവിടെ സിബ് വയ്ക്കാം. ആദ്യം നമുക്ക് ഈ പ്രഷർ സ്പൂട്ട് മാറ്റണം. ഇതേപോലെ സിംഗിൾ വയ്ക്കുക. അപ്പോൾ ഈ ഇൻവേഴ്സിബിൾ സിബാണ് വെക്കുന്നത്. ഇത് നമുക്ക് ചോട്ടിന്ന് മുകളിലേക്കാണ് ഇത് ഓപ്പൺ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിങ്ങനെയാണ് വരിക, ഇങ്ങനെയാണ് ഓപ്പൺ ചെയ്യേണ്ടത്. ഇവിടെ ഒരു 1/2 ഇഞ്ച് ഇതേപോലെ ആദ്യം വയ്ക്കുക. എന്നിട്ട് ഈ മാർക്കിൽ ഇതൊപ്പം വെച്ചിട്ട് ആദ്യം ഇവിടെ ഒരു തൈലിടാം. അതേപോലെ ഇത് തിരിച്ച് വെച്ചിട്ട് ഈ സൈഡിൽ ഒരു തൈലിടാം. ഈ സിബ് ഒന്ന് വലിച്ചു നോക്കണം, അത് കറക്റ്റാണോ നോക്കണം. അപ്പോൾ ഇത് കറക്റ്റാണ്. ഇനി വന്നിട്ട് ഈ സൈഡിൽ കൂടെ അടിക്കുക. അപ്പോൾ നമ്മളിവിടെ തയ്ക്കുന്ന സമയത്ത് ഈ വിരലിങ്ങനെ വെച്ചിട്ട് ഈ എഡ്ജ് കൂടെ അടിക്കുക. അതിനുശേഷം ഈ സൈഡ് അടിക്കണം. ഇത് മുകളിൽ നിന്ന് അടിക്കാം. അപ്പോൾ അതേപോലെ അടിച്ചെടുക്കുക. ഈ സിബിൻ്റെ അടിയുള്ള ഭാഗം ഇങ്ങനെ അടിയിലേക്ക് മടക്കിയിട്ട് ഇതിനോട് ചേർത്ത് തന്നെ ഒരു തൈലിടുക. അതേപോലെ ഈ സൈഡ് നയിക്കുക. അതേപോലെ സിബ് ഇതുവരേക്കും കറക്റ്റായിട്ട് വയ്ക്കുക. ഇനി ഇവിടെ ഈ സൈഡൊന്ന് നമുക്ക് ഓവർലോക്ക് ചെയ്തെടുത്താൽ മതി. ഇവിടെ അധികമുള്ളത് കട്ട് ചെയ്ത് മാറ്റാം. സിബിൻ്റെ ഈ ഭാഗം, ഈ കട്ട് ചെയ്ത ഭാഗം ഇവിടെ നിന്ന് നമുക്ക് ചേർത്തടിക്കാം. ഇനി നമുക്കിതിൻ്റെ നെക്ക് ഫിനിഷ് ചെയ്യാം. നെക്ക് ഫിനിഷ് ചെയ്യുക അതേപോലെ ക്രോസ് പീസ് എടുത്തിട്ട് ജോയിൻ ചെയ്തെടുക്കുക. ഇത് 1-1.25 ഇഞ്ച് വീതിയൊക്കെ എടുക്കാം. അടിച്ച് കഴിഞ്ഞിട്ട് എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇവിടെ നിന്ന് ഈ ഷോൾഡറിൻ്റെ മുകളിൽ നിന്ന് ഇത് സ്റ്റാർട്ട് ചെയ്യുക. ഹെമ്മിങ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇവിടെ എൻ്റെ ആദ്യം ഒന്ന് മടക്കിയെടുക്കുക.
എന്നിട്ട് ഇതേപോലെ വെച്ചിട്ട് 1/4 ഇഞ്ചിൽ അറ്റാച്ച് ചെയ്യുക. ഇതേപോലെ വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ നമുക്ക് തയ്യത്തുമ്പ് കാണില്ല. ഇനി ഇവിടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ബെൻഡ് വരുന്നിടത്ത് കട്ട് ചെയ്താലും മതി. അതിന് ശേഷം ഇതേപോലെ മടക്കിയിട്ട് നമുക്ക് 1/4 ഇഞ്ച് വീതിയിലൊരു തയ്യലിടാം. ഇനി എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇത് കഴുത്ത് ഇതേപോലെ മടക്കി വെച്ചിട്ട് എയിമിങ് ചെയ്താൽ മതി. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പമുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക.